ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. നമ്മുടെ ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തോ മെസ്സേജ് തരുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് കേൾക്കാനുള്ള എന്തെങ്കിലും മെസ്സേജസ് ആയിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, അധികം നീട്ടുന്നില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സീ. സോറി, ഭയങ്കരമായിട്ട് മജീഷ്യൻ കാർഡാണ്. ഓക്കെ, സ്റ്റാർ ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നു, കിട്ടുന്നില്ല. ഓക്കെ, ടെമ്പറൻസ്. ഇത് മേജർ അർക്കാന ആണ്, ടാരോവിൻ്റെ തന്നെ മേജർ അർക്കാന മാത്രമാണിത്. ഓക്കെ, ആൻഡ് ജഡ്ജ്മെന്റ് ഓൾസോ. ഓക്കെ, മജീഷ്യൻ, സ്റ്റാർ, ടെമ്പറൻസ്, ജഡ്ജ്മെന്റ്. ഒരു കാർഡ് കൂടെ എടുത്തേക്കാം. ഓ മൈ ഗോഡ്, ജസ്റ്റിസ്. വാവ്, എല്ലാ കാര്യങ്ങളും ഒരേ കാര്യമാണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്. മജീഷ്യൻ അല്ല, സോറി, മജീഷ്യൻ, ചാരിയറ്റ്. ഓക്കെ 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 ഓക്കെ, എല്ലാ കാര്യങ്ങളും ലൈക്ക് ഒരേ ഇതാണ് പോയിന്റ് ചെയ്യുന്നത്. ടെമ്പറൻസ്, ജഡ്ജ്മെന്റ്, ജസ്റ്റിസ് മൂന്നും പറയുന്നത് ഒരു ബാലൻസ് വരുന്ന കാര്യമാണ്. യൂണിവേഴ്സിന്റെ ജസ്റ്റിസിന്റെ കാര്യമാണ്. ജഡ്ജ്മെന്റ് വരുന്ന കാര്യം, കർമ്മയുടെ കാര്യം എന്ന് പറയാം. നിങ്ങൾക്ക് ന്യായം വരുന്ന രീതിയിൽ പറയാം. ഓക്കെ, ബാലൻസ് വരുന്നു നിങ്ങളുടെ ലൈഫിൽ എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന, ആഗ്രഹിച്ചിരുന്ന ഒരു ന്യായം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒന്ന് നിങ്ങൾ വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഐ തിങ്ക് ഇവിടെ ചാരിയറ്റും ഹെർമിറ്റും ആണ്. സോ നിങ്ങളുടെ കാര്യങ്ങൾ സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ടാവും. ഓക്കെ, കുറച്ച് സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഹൈപ്രിസ്റ്റസ് ഉണ്ട്, ഇൻറ്റ്യൂഷൻ എന്നും പറയാം. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം ഒരുപാട്. ഓക്കെ, മേ ബി സ്റ്റക്കായിട്ട് കുറച്ച് കാലം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് എൻ്റെ ലൈഫിലൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നിക്കാണാം. ഇവിടെ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ സൈലൻ്റ് ആയിട്ട് മാറി മിണ്ടാതിരിക്കുക, തനിച്ചിരിക്കുക എന്ന രീതിക്ക് നിങ്ങൾക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ടാവാം. ഒറ്റപ്പെട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം മേ ബി. ഓക്കെ, ഒരുപാട് നിങ്ങൾ മനസ്സുകൊണ്ട് മാനസികമായിട്ട് നിങ്ങൾ ഉൾവലിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയി കാണാം. ഓക്കെ, ബട്ട് ഇനി മുന്നോട്ട് നമുക്ക് മൂവ്മെന്റ് ആണ് കാണുന്നത്, ചാരിയറ്റ് ആണ് കാണുന്നത്. ഇതിൽ നിന്നൊരു മാറ്റമാണ്, ഈ സ്റ്റേജിൽ നിന്നൊരു മാറ്റമാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ മുന്നോട്ട് ഒന്ന് കാര്യങ്ങളെ ചെയ്യാൻ തയ്യാറാവുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മൂവ്മെന്റ് വരുന്നു എന്ന് പറയാം. നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ്, നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വിഷ് ചെയ്ത ഒരു കാര്യം, മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാലൻസ് ആണ്. മെയിനായിട്ട് ഇത് നിങ്ങളിൽ തന്നെയുള്ള ബാലൻസ്ഡ് കാര്യമാണ്. അതായത് നിങ്ങളുടെ ഇമോഷൻസ് ആൻഡ് പ്രാക്ടിക്കൽ സൈഡ്. നിങ്ങൾ ഇത് ഒരുപാട് ഇമോഷണൽ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ലേശം പ്രാക്ടിക്കലായി കൂടി ചിന്തിക്കാൻ തുടങ്ങും. എനിക്ക് ഒരുപാട് പറയുന്നില്ല, എന്നാലും അല്പമെങ്കിലും നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങളിൽ ബാലൻസ് വരുന്നുണ്ടാവും. നിങ്ങളുടെ തന്നെ ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ ബാലൻസ് എന്ന് പറയും നമ്മൾ. ആ എനർജീസ് നമ്മൾ ബാലൻസ് ചെയ്യുക. അതായത് ഇമോഷണൽ ആവേണ്ട അവിടെ ഇമോഷണൽ ആവുക, പ്രാക്ടിക്കൽ ആവേണ്ട അവിടെ പ്രാക്ടിക്കൽ ആവുക. അതാണ് നമ്മുടെ ഇമോഷണൽ ബാലൻസ് എന്ന രീതിക്ക് നമ്മൾ പറയാം. ഓക്കെ, അത് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ്. കാരണം അത് ചിലപ്പോൾ മെഡിറ്റേഷൻ ത്രൂ ഒക്കെ നിങ്ങൾക്ക് ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ത്രൂ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ബാലൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആദ്യം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഇത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് നമുക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്ന പ്രാക്ടിക്കൽ ഓവർ ആവാൻ പാടില്ല. ഓക്കെ, ഒരുപാട് പ്രാക്ടിക്കലായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയില്ല, എല്ലാം എതിർത്തിട്ടും എല്ലാവരും അങ്ങനെ എൻ്റെ കാര്യം മാത്രം നോക്കി അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല. ഓക്കെ, എന്ന് വെച്ച് വളരെയധികം ഇമോഷണലായി പോയിട്ട് എന്ത് സംഭവിക്കുമ്പോഴേക്കും, എന്ത് ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോഴേക്കും വേദനിച്ച് വിഷമിച്ച് ഇമോഷണലായി പോയി ഡിപ്രഷനിൽ പോയി, അതും തെറ്റാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. സോ അതിൻ്റെ ഒരു ബാലൻസ് എന്ന രീതിക്ക് നമുക്ക് പറയാം. നിങ്ങൾ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കുകയാണ്. ആൻഡ് അത് വന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ ആയിരിക്കും, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്തു എന്ന് പറയാൻ ത്രൂ മെഡിറ്റേഷനൊക്കെ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവുക. ചക്ര ബാലൻസിങ് മെഡിറ്റേഷനൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ഐ തിങ്ക് നിങ്ങൾക്ക് കാണാൻ തുടങ്ങുന്നുണ്ട്. ഇത് നിങ്ങൾ സ്വയം മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ്, അതായത് നിങ്ങൾ തന്നെ ചെയ്തെടുത്തതാണെന്ന് പറയാം. നിങ്ങൾ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്ത് കാണാം, എഫേർട്സ് എടുത്ത് കാണാം. ഓക്കെ, അതിനുള്ള എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞ് ചിലപ്പോൾ പ്രാർത്ഥിച്ചായിരിക്കാം, എന്തും ആവാം. ആൻഡ് ഇവിടെ അഗെയിൻ ജഡ്ജ്മെന്റ് ആണ്. ഇത് ന്യായമാണ് നടക്കുക. ആക്ച്വലി നിങ്ങളിങ്ങനെ ബാലൻസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ന്യായം നടക്കുമെന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടേണ്ട ന്യായം നടക്കും.
ഓക്കെ, ജസ്റ്റിസ് നടക്കും. അത് ഏത് സിറ്റുവേഷനിലായാലും ശരി, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ മിസ്ട്രീറ്റ് ചെയ്യപ്പെട്ടത്, എവിടെയാണോ നിങ്ങളെ മറ്റുള്ളവർ മാനിക്കാതെ പോയത്, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട റെസ്പെക്ട് തരാതെ പോയത്, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട കെയർ തരാതെ പോയത്, നിങ്ങളെ മുതലെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തി കാണിക്കുക, എന്ത് തന്നെ ആയാലും ശരി, എവിടെയാണോ നിങ്ങൾക്ക് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ആരെങ്കിലും തട്ടിയെടുത്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ എന്ത് തന്നെ മിസ്ട്രീറ്റ്, ചിലപ്പോൾ ജസ്റ്റ് നിങ്ങളെ വാല്യൂ ഇല്ലാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറുക, അത് ഈവൻ ഫാമിലിയിലായാലും ശരി, ഓഫീസ് എവിടെയായാലും ശരി, ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ശരി, നിങ്ങൾ പക്ഷേ അർഹിക്കുന്ന ഒരു ന്യായം യൂണിവേഴ്സായിട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, ഒരു ഡൗട്ടും വേണ്ട. 3 കാർഡ് നമുക്ക് ബാലൻസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 3 ജഡ്ജ്മെന്റ് വേണ്ട, ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് ജസ്റ്റിസ് ആൻഡ് ടെമ്പറൻസ് രണ്ടും നമുക്ക് ബാലൻസ് ആണ്. ആൻഡ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോഴും നമുക്ക് ന്യായം തന്നെയാണ്, അല്ലേ? സോ ന്യായം വരുന്നു നിങ്ങൾക്ക്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബാധിക്കുക. അത് പക്ഷേ നിങ്ങളിലാണ് മാറ്റം വന്നിരിക്കുന്നത് ആദ്യം. ഓക്കെ, നിങ്ങൾ അവനവനെ നിങ്ങളൊരു സ്ട്രെങ്ത്, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിച്ച് കാണും. ഓക്കെ, അത് മാത്രമല്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറയേണ്ട അവിടെ നമ്മൾ പറയുക, ഇമോഷണൽ ആവേണ്ട അവിടെ നമ്മൾ ഇമോഷണൽ ആവുക എന്ന രീതിക്ക് നമ്മളെല്ലാം ഒരു മാറ്റം വരുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ന്യായമായത് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടും. ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്ത എഫേർട്ടിന് നിങ്ങൾക്ക് ഇതുവരെ ശരിക്കുള്ള ഒരു അപ്രീസിയേഷൻ വന്നിട്ടില്ലെങ്കിൽ അവിടെ അത് അപ്രീസിയേഷൻ വരും. ആരെങ്കിലും എന്തെങ്കിലും ചതിച്ചു പോയി, നിങ്ങളെ പിന്നിലെ കുറ്റം പറഞ്ഞു, പിന്നിൽ നിങ്ങളെ താഴ്ത്തി സംസാരിച്ചു, എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ എല്ലാം ഓക്കെ ഒരു മാറ്റങ്ങൾ, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പക്ഷേ ഈ ഒരു ബാലൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ഓക്കെ, നമുക്ക് ലൈഫിൽ ഒരു മാറ്റം, അല്ലേ? നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം, ഒരു മൂവ്മെന്റ്, നിങ്ങൾ അതിനെ പക്ഷേ കുറച്ച് കാലം ഐ തിങ്ക് ഒരു നിങ്ങൾ അവനവനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഹെർമിറ്റ് കാർഡ് നമ്മൾ അതാണ് പറയാം. ഓക്കെ, അതായത് നിങ്ങൾ അവനവനിലേക്ക് തിരിഞ്ഞ് കാര്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻറ്റ്യൂഷൻസ് നിങ്ങളുടെ ഹൈറ്റൻഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ മേ ബി സ്പിരിച്വലി നിങ്ങൾ കുറച്ചുകൂടി ഗ്രോ ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെയും പറയാം. സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. സ്പിരിച്വലി ഗ്രോ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞൊന്നുമില്ല, യൂണിവേഴ്സ് നമ്മൾ ഈ ദൈവം എന്ന ഒരു പവറിനെ, ദൈവം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇന്ന മതം ഇന്ന ജാതി എന്നല്ല, ഒരു പവർ ഉണ്ട് എന്നാണ് പറയുക, ഒരു ശക്തി. ആ ശക്തി ഉള്ള വിശ്വാസമാണ് നമുക്ക്. ആ ശക്തിയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മളെല്ലാം നമുക്ക് ചെറിയ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനില്ല എന്നല്ല, നമുക്കൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല എന്നല്ല, പക്ഷെ അതിനോട് സറണ്ടർ ചെയ്ത് നമ്മൾ അതിൻ്റെ ഒപ്പം പോവുക എന്ന രീതിക്ക്, അതായത് യൂണിവേഴ്സ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഞാൻ അങ്ങനെ പോകാൻ തയ്യാറാണ് എന്ന രീതിക്ക് നമ്മൾ പോയി തുടങ്ങുമ്പോൾ അതാണ് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയാം, സറണ്ടറിങ് എന്ന് പറയാം. ആ സറണ്ടറിങ് സ്റ്റേജിൽ വരുമ്പോൾ ഈ ഒരു ബാലൻസ് നമ്മൾ ഫീൽ ചെയ്യും. എന്ത് നടന്നാലും ഞാൻ ഓക്കെയാണ്, സന്തോഷം വന്നാൽ ഞാൻ ഓക്കെയാണ്, സങ്കടം വന്നാലും ഞാൻ ഓക്കെയാണ്. ആക്ച്വലി ഇത് ഞാൻ വേറെ ആളോട് ഇന്ന് സംസാരിച്ചുള്ളൂ ആ കാര്യം. എൻ്റെ ഇവിടെ കാർഡ്സ് അതേ വന്നിരിക്കുന്നതുകൊണ്ട് കണക്ട് ചെയ്ത് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതായത് എനിക്ക് ദൈവം സന്തോഷം തന്നു കഴിഞ്ഞാലും ഞാൻ ഓവർ സന്തോഷിക്കുന്നൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്, താങ്ക് യു ഗോഡ് എന്ന് പറയാം. നന്ദിയുണ്ട് ദൈവമേ എന്ന് പറയാം. ആൻഡ് അതേപോലെ എനിക്ക് സങ്കടം തന്നാലും അതിനും നന്ദി ദൈവമേ, കാരണം അതിലും എനിക്ക് എന്തോ പഠിക്കാനുണ്ട്, അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ എനിക്ക് സാധിക്കും, അതിന് വേണ്ട വഴി കാണിക്കുന്നത് ദൈവം തന്നെയാണ്. ആ വഴിയിൽ തെളിച്ച് ഞാനിങ്ങനെ ആ വഴിയിൽ ഇങ്ങനെ പോകുന്നു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ആ സറണ്ടറിങ് വരുമ്പോൾ നമ്മൾ കൺട്രോളില്ല. എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ദൈവം എന്നെ ഈ വഴിക്കാണ് പോകാൻ പറയുന്നത്, ഞാൻ ആ വഴിക്ക് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് അതാണ് സറണ്ടറിങ്. ആ സറണ്ടറിങ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ബാലൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഒന്നും നമ്മൾ വിഷമങ്ങളും നമുക്ക് അധികം ഫീൽ ചെയ്യില്ല, തട്ടില്ല, സന്തോഷവും നമുക്ക് അധികം തട്ടില്ല, വിഷമവും നമുക്ക് അധികം തട്ടില്ല, അങ്ങനെയാണ്. സോ എവിടെയോ നിങ്ങൾ അവനവനിലേക്ക് നോക്കിയിട്ടുണ്ട്, അവനവനെ കുറിച്ച് നിങ്ങളൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ആ മാറ്റം നിങ്ങൾക്കായിരിക്കും. ഈ മാറ്റം പുറമേയുള്ള മാറ്റമല്ല, നിങ്ങളുടെ ചേഞ്ച് എന്ന് പറയാം. നിങ്ങളുടെ മൂവ്മെന്റ്, അതായത് നിങ്ങളുടെ ഉള്ളിലെ ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് ഒറക്കിൾ മെസ്സേജസ് കൂടി എടുത്തേക്കാം. ഞാനിന്ന് അധികം ആക്ച്വലി ഇതൊക്കെ വലിയ മേജർ ആർക്കാന എന്നാണ് പറയുന്നത്. സോ മേജർ ചേഞ്ചസ് ആണ് നിങ്ങളിൽ. നിങ്ങളിൽ വരുന്ന മേജർ ചേഞ്ചസ് ആണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, പലർക്കും ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. സോ എനിക്കും എന്തുകൊണ്ട് പറ്റില്ല, എനിക്കും എന്തുകൊണ്ട് ഇത് ചെയ്തെടുക്കാൻ സാധിക്കില്ല, അങ്ങനെ നിങ്ങളെ എന്തെങ്കിലും പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. നിങ്ങളുടെ തന്നെ കയ്യിലാണുള്ളത്. എങ്ങനെയാണ് അത് മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പ്രൊട്ടക്ഷൻ, യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ. ചേഞ്ച്. സ്റ്റിൽനെസ്. ഓ മൈ ഗോഡ്. സോറി. ഇന്നർ പീസ് ആൻഡ് പൊട്ടൻഷ്യൽ രണ്ടും ഉണ്ട്. ഒന്നുകൂടി എടുത്തേക്കാം ഞാൻ, കാരണം ഞാനത് രണ്ടെണ്ണം ഒന്നിച്ച് വന്നപ്പോൾ. ഓപ്പൺനെസ്. സാറില്ല. ഡിലിജൻസ് ഉണ്ട്. ഇത് പറയുന്നത് നിങ്ങൾ
കാര്യങ്ങൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക എന്നാണ് പറയുന്നത്. ഡിലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് എഫേർട്ട് ഇടുന്നത്, നമ്മൾ നിർത്താതെ ശ്രമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നതിനെയാണ് ഡിലിജൻസ് എന്ന് പറയാം. ഓക്കെ, അതിന് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഓപ്പൺനെസ് എന്ന് പറയുന്നത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഓപ്പൺ ആണ്, ഒരുപാട് ഓപ്ഷൻസ് ഓപ്പൺ ആണ്, യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആണ്. എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം അതെല്ലാം യൂണിവേഴ്സ് തരാൻ തയ്യാറാണ്. നിങ്ങൾ പക്ഷെ അവനവനെ മാറ്റാൻ തയ്യാറായാൽ മതി. ഓക്കെ, ആൻഡ് ഇവിടെ കാർഡ്സിന്റെ മാച്ച് നോക്കിക്കോളൂ. ചാരിയറ്റ് കാർഡ് സെയിം. ഓക്കെ, ആൻഡ് ഹെർമിറ്റ്, സ്റ്റിൽനെസ് അല്ലേ. ആൻഡ് ഇവിടെ ഓക്കെ ഇന്നർ പീസ് പൊട്ടൻഷ്യൽ ഒക്കെ വരുന്നത് നമ്മൾ പറയാറുണ്ട് മെഡിറ്റേഷൻ്റെ ത്രൂ അല്ലേ. ഓക്കെ, സോ ഇവിടെ ഒരു സെക്കൻഡ്. ഓക്കെ, ഇവിടെ പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ മാറ്റങ്ങൾ വരുന്നു. യെസ്, ചേഞ്ചസ്, ആക്ച്വലി ചേഞ്ചസ് നിങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. എപ്പോഴും മാറ്റങ്ങൾ നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റിൽനെസ്, നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാം. നിങ്ങൾ അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് ആക്ച്വലി സമാധാനമായിട്ട് ഇരിക്കുക എന്നും കൂടി പറയാം. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ബിക്കോസ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇന്നർ പീസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. ആക്ച്വലി പുറമേ എന്ത് നടന്നാലും, അതാണ് നമ്മുടെ ഈ ബാലൻസ് എന്നൊക്കെ പറയുന്നത്. അതാണ് പുറമേ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, അത് നമുക്ക് മാറ്റർ അല്ല. ലൈക്ക് ഓക്കെ പ്രശ്നങ്ങൾ വന്നു, വലിയ ബിൽഡിംഗ് പൊട്ടി താഴെ വീണു എന്ന് പറഞ്ഞാൽ പോലും ഓക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പീസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ശാന്തത മെയിൻറ്റെയിൻ ചെയ്യുക, കാംനെസ് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കിട്ടും. ഓക്കെ, അത് കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ടെന്നല്ല, അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറ്റി, നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും സംഭവിച്ചു, ഞാൻ ആകെ അപ്സെറ്റായി കരയാൻ തുടങ്ങി, അല്ലെങ്കിൽ ഭയങ്കര ഓവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു എന്നും രണ്ടുമായാലും ശരിയല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ശാന്തമായിട്ട് കാര്യങ്ങളെ നിങ്ങൾ ഡീൽ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചു, ശരി ഫൈൻ, ഓക്കെ ഞാനതിന് അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് വരുമ്പോൾ വിഷമമില്ലാഞ്ഞിട്ടല്ല, ഉള്ളിൽ വിഷമം ഉണ്ടാവും. പക്ഷെ ആ വിഷമത്തിനെ നമ്മൾ ഓവർകം ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുമ്പോൾ ഈ ഇന്നർ പീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യലാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യൂണിവേഴ്സ് ചിലപ്പോൾ ആക്ച്വലി നിങ്ങളോട് ഇപ്പം നിങ്ങളെ സ്റ്റക്കായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പീസ്ഫുൾ സമയം തന്നിരിക്കുകയാണ്. യൂണിവേഴ്സ് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനൊക്കെയുള്ള സമയങ്ങൾ തന്നിരിക്കുകയാണ്. ആൻഡ് പൊട്ടൻഷ്യൽ, നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് നിങ്ങളുടെ ഗ്രോത്തിന്. ഓക്കെ, നിങ്ങൾക്ക് വഴികൾ കിട്ടും. നിങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് പല വഴികൾ നിങ്ങൾക്ക് ഓപ്പൺ ആണ്. ഓപ്പൺനെസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്ത് ആഗ്രഹിച്ചോ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പക്ഷെ അതിന് നിങ്ങളുടെ മൈൻഡ് അത്രത്തോളം നിങ്ങൾ മാറ്റിയെടുക്കണം. ഓക്കെ, സോ ഐ തിങ്ക് നമുക്ക് യെസ് ന്യായം എന്ന രീതിക്ക് പറയുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ, ഓക്കെ നിങ്ങൾ എഫേർട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എന്ത് തന്നെ സംഭവിച്ചാലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവനവനെ മാറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഓപ്പൺ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറഞ്ഞ മെസ്സേജ് എനിക്കിന്ന് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും, ഒന്നാമത്തെ കാര്യം. ആൻഡ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്കിവിടെ ഈ ഒരു ന്യായം നടക്കലാണ്. ആൻഡ് നിങ്ങളുടെ ഉള്ളിലെ ബാലൻസ്, അതായത് നിങ്ങൾ ഒരുപാട് ഇമോഷണലൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അതിൽ ഒരു മാറ്റം വരും എന്ന് പറയാം. ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് തരുന്നതായിട്ട് ന്യായം നിങ്ങൾക്ക് വേണ്ടത് കൊണ്ടുതരും. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് തരുന്ന യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.